നമസ്കാരം, സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. വ്യാളിയും ആനയും തമ്മിൽ ദീർഘകാല ബന്ധമാണ് വേണ്ടതെന്ന് ഷീ ജിൻപിങ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നു. അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ടതിന് അനിവാര്യത മോദിയും ബോധ്യപ്പെടുത്തുന്നു. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങിനെ കണ്ട മോദി രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടു. ഇന്ത്യ ചൈന ബന്ധത്തെ കോൺഗ്രസ് സംശയത്തോടെ കാണുമ്പോൾ BJPയും CPMഉം അതിനെ സ്വാഗതം ചെയ്യുകയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കർക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ഉച്ചകോടി ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് എന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അതിഥികളായി CPM വക്താവ് നിതീഷ് നാരായണൻ, നയതന്ത്ര വിദഗ്ധനും സാമ്പത്തിക വിദഗ്ധനുമായ ആദി കേശവൻ, കോൺഗ്രസ് വക്താവ് KP നൌഷാദ്, വനിതാ നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു, ഇന്നത്തെ ഈ ഉച്ചകോടിയുടെ ഒരു ഔട്ട്കം എന്താണ് എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇല്ല, അങ്ങനെ ഒരു മേജർ ബ്രേക്ക് ത്രൂവോ മേജർ ഔട്ട്കമോ ഒന്നും വരാൻ ഒരു ഉച്ചകോടി കൊണ്ടൊന്നും ആവില്ല. പക്ഷെ അതൊരു വലിയ ബ്രേക്ക് ത്രൂവിലേക്കുള്ള ഒരു ആദ്യ ചുവട് മാത്രമാണ്. കാര്യം ഇന്ത്യ ചൈന എന്ന് പറയുന്ന രണ്ടുപേരും അയൽ രാജ്യങ്ങളാണ്. രണ്ടും ശക്തരായ അയൽ രാജ്യങ്ങളാണ്. ഒരിക്കൽ വലിയ യുദ്ധം ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അതിർത്തി പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, പരസ്പര സംശയങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ്. അപ്പം അങ്ങനെയുള്ള ആ പരസ്പര വിശ്വാസത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഒരു ഉച്ചകോടി കൊണ്ടൊന്നും മറികടക്കാനൊന്നും പറ്റില്ല. അതിൻ്റെതായ സമയമെടുക്കും. അത് കുറെ സമയമെടുത്ത് ആ വിശ്വാസം വളർന്നു വരേണ്ട ഒരു കാര്യമാണത്. എപ്പോഴും ഇന്ത്യക്ക് ചൈനയെയും ചൈനയ്ക്ക് ഇന്ത്യയെയും ആ ഒരു സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ്. അത് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മൂവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷെ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു 6-7 വർഷത്തിന് ശേഷം രണ്ട് രാഷ്ട്രത്തലവന്മാർ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്ന ഒരാൾ അത് അങ്ങോട്ട് ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഒരു ചില ഇന്റർനാഷണൽ റിയാലിറ്റീസ് അവിടെ നിലനിൽക്കെ, അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങൾ, താരിഫിന്റെ ഇഷ്യൂ, ഇങ്ങനെയൊക്കെയുള്ള നിലനിൽക്കെ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു വലിയ മൂവാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പം നാളെ പുട്ടിനുമായിട്ടും മോദി കാണുന്നുണ്ട്. അങ്ങനെ ഭാവിയിലേക്ക് ഒരു ഇന്ത്യ, റഷ്യ, ചൈന ആ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടാൽ അത് ശരിക്കും ഗ്ലോബൽ ഇക്വേഷൻസിനെ മുഴുവനും വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇന്ത്യയും ചൈനയും. ഷാബു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ അമേരിക്കയും ചൈനയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംശയത്തിന്റെ നിലനിർത്തിയ ഒരു രാജ്യമായതിൽ അമേരിക്കയുടെ താരിഫ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളെയും അകറ്റിയത്. പക്ഷേ പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു റീകൺസിലിയേഷൻ എങ്ങനെ സാധ്യമാകും? ആ സൗഹൃദത്തിന്റെ ഒരു വ്യാപ്തി എത്രയായിരിക്കും? അല്ല അതാണ് പറഞ്ഞത്. പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സെറ്റിൽ ചെയ്യാനുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിർത്തി പ്രശ്ന കാര്യം അക്സായിച്ചിന് അവരുടെ കയ്യിലിരിക്കുന്നു. അങ്ങനെ തർക്കങ്ങളെല്ലാം നിലവിൽ ഒരു കാര്യമുണ്ട്. ഒരു പ്രശ്നത്തിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എത്ര കാലം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും ജനസംഖ്യ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ലോകത്തിലെ പകുതി ജനസംഖ്യയോളം വരും, നിയർലി. അപ്പം ഈ രണ്ട് ന്യൂക്ലിയർ പവറാണ്, വളർന്നു വരുന്ന എക്കണോമീസ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് അങ്ങനെ ദീർഘകാലം എന്നൊന്നും ഒരു ബന്ധവുമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ പരസ്പര സംശയത്തോടുകൂടി ശത്രുതയോടുകൂടി കഴിയേണ്ടവരല്ല. സാംസ്കാരികമായും, അതായത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള ഒരുപാട് അതും മറ്റൊരു വലിയ ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും രാജ്യ നേതൃത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു മൂവ് എന്നുള്ള നിലയിൽ ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. എന്നാൽ നമ്മുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുകയും വേണം. ഇത് വളരെ ഒന്നാമത്തെ കാര്യം. ചൈനയായിട്ടുള്ള ഡിപ്ലോമസി എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണത്. വളരെ കോംപ്ലിക്കേറ്റഡ് ഡിപ്ലോമസിയുമാണത്. അത് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയേ തീരുള്ളൂ. അത് രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമാണ്. അത് മാത്രമല്ല, ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഭാരതം. ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ മരുന്നുൽപാദക രാജ്യമാണ്. ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽസ്, കാര്യങ്ങൾ എല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ്.
അത് അതേപോലെ തിരിച്ചു ഒരുപാട്, അതുപോലെ നമ്മുടെ റയർ എർത്ത് മെറ്റൽസ്, പ്രത്യേകിച്ച് ലിഥിയം ഒക്കെ ഇപ്പോഴും മേജറായിട്ട് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ഇവിടെ EV വിപ്ലവമൊക്കെ നടക്കുകയാണ്. ഇങ്ങനെ പരസ്പര സഹകരണത്തിന്റെ ഒരു പാതയിലൂടെ പോയാൽ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഗുണം ഉണ്ടാവുകയുള്ളൂ. അത് ലോക അത് ഇരു രാജ്യങ്ങൾക്കും എങ്ങനെ ഗുണകരമാകുമെന്നതിന് നമുക്ക് പരിശോധിക്കാം. ശ്രീ ആദി കേശവൻ, ഈ നിലവിലെ താരിഫ് പ്രതിസന്ധിക്കിടെയാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത്. മോദി 7 വർഷത്തിന് ശേഷം ഷീ ജിൻപിങ്ങിനെ കാണുന്നത്. അമേരിക്ക ഇന്ത്യയെ സംബന്ധിച്ചൊരു ട്രേഡ് സർപ്ലസ് രാജ്യമാണ്. നമ്മൾ കൂടുതലും അങ്ങോട്ടാണ് കയറ്റുമതി അയക്കുന്നത്. പക്ഷേ ചൈനയെ നോക്കുകയാണെങ്കിൽ ചൈനയുമായുള്ള വ്യാപാര കമ്മി എന്ന് പറയുന്നത് $100 ബില്യൺ. അതായത് ചൈനയിൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ടുള്ള കയറ്റുമതി വളരെ കുറവാണ്, തുച്ഛമാണ്. അപ്പോൾ അങ്ങനെ തുച്ഛമായ കയറ്റുമതിയുള്ള ഒരു രാജ്യത്തെ മാർക്കറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സൗഹൃദം നമ്മൾ പുനഃസൃഷ്ടിക്കുന്നതിലൂടെ ഈ താരിഫ് പ്രതിസന്ധി മറികടക്കാൻ കഴിയും. അജിംസ്, ഞാൻ ആദ്യം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് പൂർണ്ണമായിട്ടും എനിക്ക് കേൾക്കുവാൻ സാധിച്ചില്ല, ഓഡിയോയുടെ പ്രശ്നം. പിന്നെ എന്താണ്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ നയതന്ത്ര വിദഗ്ധൻ എന്ന് കൊടുത്തിരിക്കുന്നു. സാമ്പത്തികം അല്ലെങ്കിൽ ധനകാര്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അറിവ്? അതെ, അപ്പോൾ അതെ, ആയിക്കോട്ടെ. അപ്പോൾ അജിംസ്, ഞാനിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഇതുവരെ കഴിഞ്ഞ ഒരു 5-7 വർഷമായിട്ട് അത്ര നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതേസമയം നമ്മൾ നെയ്ബേഴ്സാണ്, അടുത്തുള്ള 2 രാജ്യങ്ങളാണ്, 2 രാഷ്ട്രങ്ങളാണ്. നമുക്ക് പരസ്പരം പല പ്രതിസന്ധി ഘട്ടങ്ങളും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 1900 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോഴുള്ള ഒരു ഇന്ത്യ ചൈന ബായ് എന്നുള്ളത്, അത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെട്ടില്ല. അതിനുശേഷവും 2020 ഗാൽവാൻ ഒക്കെ പശ്ചാത്തലങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അതിർത്തികളെ സംബന്ധിച്ച് പരസ്പര നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇതേവരെ രൂപപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത, എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് അതിൻ്റെ പ്രതിഫലനമായിരുന്നു അരുണാചൽ പ്രദേശിന് ചൈനയുടെ ടെറിട്ടറി ആയിട്ട് പൂർണ്ണമായിട്ടും കാണുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നും അങ്ങോട്ട് ചൈനയിലേക്ക് പോയ സ്പോർട്സ്മെന് നമ്മൾ നേരത്തെ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്, സ്റ്റേപ്പിൾഡ് വിസ അവർ കൊടുത്തു. അതായത് ഇന്ത്യയുടെ പാസ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വേറെ പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ എങ്കിലും ലോകത്തിൽ നമ്മൾ പല എക്സാമ്പിൾസും ഉണ്ട്. ഈ അതിർത്തി പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഒരു ബന്ധം നന്നായില്ലെങ്കിൽ കൂടി വ്യാപാര ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എവിഡൻസ്, തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള ബന്ധം തന്നെ അതിന് ഉദാഹരണം. അതായത് ഇപ്പോൾ ഡയറക്റ്റ് പാസഞ്ചർ ഫ്ലൈറ്റ്സ് തുടങ്ങിയിട്ടില്ലല്ലോ അജിംസ്. അതായത് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പാസഞ്ചർ ഫ്ലൈറ്റ്സ് ഡയറക്റ്റ് ആയിട്ടുള്ളത് തുടങ്ങാനുള്ള അനുമതി ഇപ്പോൾ ചൈന നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ടില്ല. പക്ഷേ എങ്കിലും വ്യാപാരം എന്തുകൊണ്ട് അതിനെ ആസ്പദമായി നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം, ഈ പ്രതിസന്ധി ഘട്ടത്തിലും $120 ബില്യൺ കച്ചവടം ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നു. അതിൽ ഈ കച്ചവട മിച്ചത്തിൻ്റെ കാര്യമാണ് അജിംസ് പറഞ്ഞത്, 100 ബില്യൺ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വ്യാപാരത്തിൽ മിച്ചവും കമ്മിയും ഒക്കെ സ്വാഭാവികമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ശരിക്കും ഈ ഒരു കാൽവയ്പ്, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് റെസ്പെക്റ്റ്, ട്രസ്റ്റ് ആൻഡ് സെൻസിറ്റിവിറ്റി, പരസ്പര വിശ്വാസം, പരസ്പര ആദരം, പരസ്പര സംവേദനക്ഷമത, ഇത് 3ഉം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും. ചൈനയ്ക്ക് ഗുണം ചെയ്യും, ഇന്ത്യക്ക് ഗുണം ചെയ്യും, ഏഷ്യയ്ക്ക് മൊത്തത്തിലും ഗുണം ചെയ്യും. വ്യാപാരവും ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും തമ്മിലുള്ള ബന്ധം അത്ര കണ്ട് ചേർന്ന് നിൽക്കാത്തത് കാരണം വ്യാപാരത്തിൻ്റെ മേഖലയിൽ മറ്റ് യോജിക്കാവുന്ന മേഖലയിലൊക്കെ ചൈനയ്ക്കും ഇന്ത്യക്കും മുന്നേറുവാൻ സാധിച്ചെങ്കിൽ നല്ലത്. അതിൻ്റെ നാമ്പുകളാണ് നമ്മൾ കണ്ടത്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഉടൻ തന്നെ വേറെ ഇന്ത്യയും ഇപ്പോൾ UK-യും നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തല്ലോ. ആ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഈ ബന്ധം ഉയരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ചിലപ്പോൾ അസ്ഥാനത്തായിരിക്കാം. പക്ഷേ അയൽവാസികളായ ഹൈലി പോപ്പുലസ് ആയിട്ടുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം, നയതന്ത്ര ബന്ധം ഊർജ്ജസ്വലമാകുന്നത് തീർച്ചയായിട്ടും 2 രാജ്യങ്ങൾക്ക് നല്ലതാണ്.
എൻ്റെ ക്വസ്റ്റ്യൻ പർട്ടിക്കുലർലി ഈ താരിഫ് പ്രതിസന്ധിക്കിടയിൽ ചൈനയുമായി ഉണ്ടാക്കുന്ന ഈ പുതിയ സൗഹൃദം കൊണ്ട് അവരുടെ മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അതല്ല അവിടെ നിന്ന് കൂടുതൽ ഇറക്കുമതി വരുന്നതിലൂടെ കൂടുതൽ കമ്മി ഉണ്ടാവുകയാണോ വരിക? അതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമോ? അതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായി അജിംസി കമ്മി അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ട്രംപിന്റെ ടാരിഫിനെ കുറിച്ച് നമ്മൾ ഇത്രത്തോളം, നമ്മൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും, ഒരുപക്ഷെ അമേരിക്കയിൽ തന്നെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം, അതായത് ഈ വ്യാപാര ബന്ധങ്ങളെ മിച്ചം കമ്മി എന്നുള്ള ആ ലെൻസിൽ കൂടി മാത്രം കാണുന്നതിനൊരു അപാകതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും ഈ വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ വ്യാപാര ബന്ധം എന്ന് പറയുന്നത് അത് എന്താണ്, എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ്, തെളിയിക്കപ്പെട്ട ഒന്നാണ്. വ്യാപാര ബന്ധം എന്ന് പറയുന്നത് വിൻ ലൂസ് അല്ല. അതായത് ഇപ്പം കമ്മി ഉള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ള അപ്രോച്ച് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. ട്രംപിൻ്റെ ഇപ്പോഴത്തെ അപ്രോച്ച്, ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ അപ്രോച്ച് അതാണ് താനും. അതുകൊണ്ടാണ് പല ഈ ട്രേഡിനെ കുറിച്ച് അറിയാവുന്നവരും ഒക്കെ പറയുന്നത് വ്യാപാര ബന്ധം വിൻ ലൂസ് അല്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്നു, നിങ്ങളുടെ നിന്ന് ഞാൻ ഒരു സാധനവും മേടിക്കുന്നില്ല, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മി വരും. പക്ഷേ അത് ദോഷകരമാണ്. ആ ഒറ്റക്കാരനും കൊണ്ട് ദോഷകരമാവുന്നില്ല. ട്രേഡ് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ദോഷകരമാണോ അല്ലയോ അമേരിക്കയ്ക്കോ ഇന്ത്യക്കോ ഏതോ അർത്ഥത്തിൽ ദോഷകരമാണോ എന്നല്ല എൻ്റെ ചോദ്യം. ഒരു വശത്ത് നമ്മുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതായത് ടെക്സ്റ്റൈൽസ്, ഡയമണ്ട്, തുകൽ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് അമേരിക്കയിലേക്ക് നാം കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല. ആഭ്യന്തരമായി നമുക്ക് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ ചെറുകിട വ്യവസായശാലകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു. ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൊഴിലില്ലാതാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ ചൈനയുമായുള്ള സൗഹൃദം കൊണ്ട് അവരുടെ മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അജിബ് സാർ, നല്ല ചോദ്യം. അതുകൊണ്ട് ഞാനധികം, കാരണം മറ്റുള്ള അതിഥികളുമുണ്ടല്ലോ, 2 പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. അതായത് ഈ വ്യാപാര ബന്ധം അമേരിക്കയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയുമായിട്ട് മാത്രമല്ല മറ്റുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധങ്ങളിൽ, വ്യാപാര ബന്ധങ്ങളിൽ ഒരു ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യക്ക് ടാരിഫ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് 50% ചൈനയ്ക്കും 30%. അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, എന്തുകൊണ്ടെന്നാൽ US അൺഡൗട്ടഡ്ലി വേൾഡിലെ ഏറ്റവും നമ്പർ 1 സാമ്പത്തിക ശക്തിയാണ്, ചൈന നമ്പർ 2. അപ്പോൾ നമ്പർ 1 സാമ്പത്തിക ശക്തിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്, വ്യാപാര ബന്ധത്തിന് അവരുടെ നടപടികൾ കൊണ്ട് ഉലഞ്ഞത് കാരണം നമ്മളെല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്താനും എന്തെങ്കിലും തിരുത്തൽ വരുത്താനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. രണ്ടാമത്തത്, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ ഈ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ആത്മനിർഭരത, നമ്മുടെ പാരമ്പര്യം ഒക്കെ ആക്കം കൊള്ളുമ്പോഴും ശക്തിയുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിലാണ് ഈക്വലായിട്ടുള്ള, രണ്ടുപേർക്കും ഗുണകരമായി, മൊത്തത്തിൽ വ്യാപാരപരമായിട്ടല്ല, മൊത്തത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക സാമ്പത്തിക ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ആസ്പദപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് ചൈനയുടെ പുറത്ത് 30-ഉം നമ്മുടെ പുറത്ത് 50-ഉം ആയത്? കാരണം ചൈന അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മൊത്തം തോത് ഓഫ് എക്സ്പോർട്ട്സ് $440 ബില്യൺ. $1 ബില്യൺ സമം 8,800 കോടി. ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ട്സ്, ചൈന US മാത്രം എക്സ്പോർട്ട് ചെയ്യുന്നത് $440 ബില്യൺ ആണെങ്കിൽ, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പോർട്ട്സ് കയറ്റുമതി 440 ബില്യൺ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ അന്തരം ഫില്ലപ്പ് ചെയ്യുകയും കൂടിയുള്ള മാറ്റങ്ങൾ, റിഫോംസ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരുത്തുവാൻ സാധിച്ചാൽ സാമ്പത്തിക ശക്തിയായി നമ്മൾ പുരോഗമിക്കുന്നു. നമ്മൾ 4-മത്തെയോ 3-മത്തെയോ ശക്തിയായി വരുമ്പോഴും ഈ അന്തരം കുറയ്ക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് നമുക്ക് രണ്ടു പേർക്കും പ്രയോജനമുള്ള രീതിയിൽ ബന്ധങ്ങൾ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുവാൻ ഉള്ള ശക്തിയും കഴിവും ഒരു ലെവറേജും നമുക്ക് കിട്ടുക. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ജിംസ്, ശരി. ശ്രീ നൗഷാദ് അലി, കോൺഗ്രസ് ഇതിനെ വളരെ സംശയത്തോടെയാണ് ഈ നീക്കത്തെ കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആദികേശനോട് വിവരിച്ച പോലുള്ള വ്യാപാര ബന്ധം ഊർജിതമാക്കുന്നതിലൂടെ നമുക്ക് വരാവുന്ന കൈവരിക്കുന്ന നേട്ടമോ അല്ലെങ്കിൽ കോട്ടമോ ഒന്നുമല്ല. ഇപ്പോൾ വ്യാപാര ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ എത്രയോ തുച്ഛമാണ് അങ്ങോട്ട് കയറ്റുമതി ചെയ്തത് നമുക്കറിയാം. ആ വ്യാപാര കമ്മി അവിടെയുണ്ട്. അതുകൊണ്ട് അവരുടെ മാർക്കറ്റിൽ നമ്മൾ കണ്ണുവച്ചാൽ അതുകൊണ്ട് നമുക്ക് അമേരിക്കയ്ക്ക് കയറ്റി അയക്കാൻ കഴിയാത്ത ചരക്കുകൾ അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സെക്യൂരിറ്റി കൺസേൺസ് ആണ്.
ഒന്ന് ഈ പറയുന്ന അതിർത്തിയിലുള്ള തർക്കങ്ങൾ, മറ്റൊന്ന് പാകിസ്ഥാനുള്ള പരസ്യമായ സൈനിക പിന്തുണ. ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തിയാണ് മോദിയുടെ ഈ പോക്കിനെ ഒരു പരിധിവരെ പരിഹസിക്കുക കൂടി കോൺഗ്രസ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്തും ചൈനയുമായി നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു, നയതന്ത്ര ബന്ധം ഊർജിതമായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ കോൺഗ്രസ് പഴികേട്ടിട്ടുണ്ട്, ചൈനയുമായി കൂട്ടുകൂടുന്നു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഇപ്പോൾ മോദി ഷാങ്ഹായിൽ പോയതിന് നിങ്ങൾ പരിഹസിക്കുന്നത് എന്തിനാണ്? ഇവിടെ അജിംസെ കോൺഗ്രസ് പരിഹസിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ അത് കഴിഞ്ഞ് ഗൗരവമായ കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് എല്ലാ പ്രതിരോധ മന്ത്രിമാരും, ഇപ്പോൾ ഷാങ്ഹായ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രതിരോധ മന്ത്രിമാരും യോഗം ചേർന്നിട്ട് ഒരു സംയുക്ത പ്രസ്താവനയ്ക്ക് പോലും അവിടെ ഇടമുണ്ടായില്ല. കാരണം ഇന്ത്യ വിയോജിച്ച് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ഉന്നയിച്ചുകൊണ്ട്. കാരണം ഈ ഷാങ്ഹായ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ പാകിസ്ഥാനും അംഗമാണ്. അപ്പം അതൊക്കെയാണ്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അജിംസിനോട് ഇതിനൊരു പോസിറ്റീവായിട്ട്, ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ട് റഷ്യയുടെയും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ചില പോസിറ്റീവായ ചില ഘടകങ്ങളുണ്ട്. കാരണം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററാണ്. ഇന്ത്യ സർവീസ് രംഗത്ത് വലിയ അനുപമായ കപ്പാസിറ്റി ഉള്ളൊരു രാജ്യമാണ്. അതുപോലെ തന്നെ റഷ്യ ധാതു ശേഖരത്തിൻ്റെ ഒരു അനർഘമായ കലവറയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടാവും. രണ്ടാമതായിട്ട് ഇന്ത്യയെ പറ്റിയുള്ള IMFൻ്റെ ഒരു പ്രവചനം 6% വളർച്ചാ നിരക്ക് നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ 2028 $4 ട്രില്യൺ എക്കോണമിയും അതുപോലെ തന്നെ 5 ട്രില്യൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ അടക്കം ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുമെന്നാണ്. അപ്പോൾ ഈ 2-3 സാമ്പത്തിക ശക്തികളൊക്കെ ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പല നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ കഴിവിനെയും കൂടി ആസ്പദമായി ആണ് ഈ വിഷയങ്ങളൊക്കെ ഉള്ളത്. അവിടെയാണ് കോൺഗ്രസിന് പ്രശ്നം. നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ഇതുപോലെ ഇന്ത്യയുടെ വിദേശ നയം കീറിപ്പറഞ്ഞൊരു കാലഘട്ടമില്ല. കാരണം നമ്മുടെ എല്ലാ അയൽ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളാണ്. ഇന്ത്യ ബാലാരിഷ്ടതകൾ പേറിയ കാലത്ത് വരെ ഇന്ത്യയുമായിട്ട് അന്ന് വൻശക്തികളെക്കാൾ കൂറുണ്ടായിരുന്ന ശ്രീലങ്ക, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെക്കാൾ ചൈനയെ ആശ്രയിക്കുന്നു. നമുക്ക് ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമില്ല, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കാര്യം പിന്നെ പറയണ്ട. ഇത് മാലിദ്വീപ് വരെ ഇന്ന് ഇന്ത്യയെ തള്ളിക്കളഞ്ഞ് ചൈനയുമായിട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നിരയിലുള്ള രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ വിദേശകാര്യ രംഗത്തൊക്കെ വലിയ പരാജയമാണ്. പിന്നെ നമ്മൾ ഈ ചൈനയെ എതിരിടാൻ വേണ്ടി അമേരിക്കയുമായിട്ട് കൂട്ടുചേരുക എന്നൊരു വലിയ കലാപരിപാടി മോദി ഭരണകാലത്ത് നടന്നു. സാധാരണ ഒരു ഭരണാധികാരിയും ചെയ്യാത്ത വണ്ണം അദ്ദേഹം ട്രംപ് ഈസ് മൈ ഫ്രണ്ട്, അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാര വേലകളിൽ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഭരണാധികാരി പങ്കുചേരുന്ന പ്രതീതി ഉണ്ടാക്കി. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രംപിനെ സോപ്പിട്ടിട്ട് ഇപ്പം എന്തായി? ട്രംപ് 50% തീരുവയാണ് ചുമത്തിക്കൊടുക്കുന്നത്. ട്രംപ് പറയുന്ന കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാണ് ലാഭത്തിന്. റഷ്യയിൽ നിന്ന് ലാഭത്തിന് എണ്ണ വാങ്ങിയതിൻ്റെ എന്ത് ഗുണമാണ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടിയിട്ടുള്ളത്? അത് വേറൊരു ചോദ്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഇറക്കുമതി തീരുവ കൂട്ടുന്നതുകൂടി എല്ലാ സാധാരണക്കാരനെയും അത് നേരിട്ട് ബാധിക്കുകയാണ്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ അമേരിക്കൻ വിദേശ നയത്തിലെ ഏറ്റവും വലിയ പരാജയവും പാളിച്ചയുമാണത്. കാരണം അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രീസിഡൻസുകളും കാറ്റിൽ പറത്തി ഒരു രാഷ്ട്രീയ പ്രചാരകം പോലും ആവാൻ ഇന്ത്യ സർക്കാർ തയ്യാറായി ട്രംപിൻ്റെ കാര്യത്തിൽ. ആ ട്രംപാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത്. അപ്പോൾ പെട്ടെന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇതുവരെ നമ്മൾ ആരെയാണോ ശത്രുവാക്കി വലിയ തോതിൽ പ്രഖ്യാപിച്ചിരുന്നത് അവരെ നേർക്ക് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഈ അക്കരപ്പച്ചകളൊന്നും അല്ല ഈ വിദേശ നയം. ഇതിനൊരു സ്ഥായിയായ ചില കാഴ്ചപ്പാടുകളുണ്ട്, അതിന് നിലപാടുകൾ വേണം. ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിൽ വിശ്വാസം വേണം. അതിൽ പറയുന്നത് മോദി ഈ ഷാങ്ഹായിൽ പങ്കെടുത്തത് ഒരു റിയാക്ഷണറി ആയിട്ടുള്ള ഒരു നടപടിയായി പോയി. അതായത് അമേരിക്ക അങ്ങനെ ചെയ്തുകൊണ്ട് ചൈനയെ കൂടെ കൂട്ടാം. അല്ല, അതിൻ്റെ അല്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്ക് ഒരു വിദേശ നയമാണ്. ഇപ്പോൾ അയാളോട് പിണങ്ങിയ ഇവനെ പോയി പിടിക്കുക, ഇവൻ പിണങ്ങിയ മറ്റവനെ പിടിക്കുക, ഇതൊന്നും അല്ലല്ലോ വിദേശ നയം. അതിന് ഈ രാജ്യത്തിനൊരു നിലപാട് വേണം. അത് സ്ഥായിയായിട്ട് ഈ രാജ്യത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പല ആശങ്കകളും ചില കോർപ്പറേറ്റ് താല്പര്യങ്ങളാലും നയിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലൊക്കെ പലതരത്തിൽ നമുക്ക് ഈ രാജ്യത്ത് ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടി വരും. അതാണ് ഈ 2014 ശേഷമുള്ള ഈ സർക്കാരിന്റെ വിദേശകാര്യ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന സെക്യൂരിറ്റി കൺസേൺസ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു. ഉദാഹരണത്തിന് UN സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ കവറപ്പ് ചെയ്യുന്നത് ചൈനയാണെന്ന ആക്ഷേപം ഇന്ത്യക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചൈനയുമായിട്ടാണ്
ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകിയ ചൈനയുമായിട്ടാണ് ഈ സൗഹൃദം. അല്ല, അത് നിങ്ങളുടെ വിഷയമാണോ? അല്ല, തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ നിവർന്നു നിന്നത് തന്നെ ചൈന എന്നൊരു ഊന്നുപടിയിലാണ്. ഒരുപക്ഷെ ഈ യുദ്ധമൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു പോയിന്റിലൊക്കെ ഇത്ര പെട്ടെന്ന് അവസാനിച്ചതിന് പിന്നിലും എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണെന്ന് നമുക്കറിയില്ല. ട്രംപ് നിരന്തരം പല പിന്നെ വാചാടോപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ വിശ്വസിക്കാൻ തന്നെയാണ് ആഗ്രഹം. എന്നാൽ പോലും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ട്. അത് ചൈനയുടെ ദുരൂഹ സാന്നിധ്യമുണ്ട്. ഇനി നിങ്ങൾ അതൊക്കെ ഇവിടെ ടിബറ്റിൻ്റെ പ്രശ്നമുണ്ട്. ബ്രഹ്മപുത്ര നദി ചൈനയിലൂടെ ഒഴുകുന്നുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവാണ് ചൈന. അതുപോലെ തന്നെ നമ്മുടെ ഗാൽവൻ വാലി വിഷയം തൊട്ട് അരുണാചലിൻ്റെ വിഷയം തൊട്ട് ഒരുപാട് വിഷയങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. ചൈനയിലേക്ക് നമ്മളൊരു വിമാന സർവീസ് പോലും നടത്തുന്നില്ല. 200ഓളം ആപ്പുകൾ ടിക്ടോക്ക് അടക്കം നിരോധിച്ചു. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും ഫ്രീസ് ചെയ്തു. എന്തൊക്കെ ചൈനയ്ക്കെതിരെ നടത്തി. അതൊക്കെ ഒരു നേരമിരുട്ടി വെളുക്കുമ്പോൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു രീതി. അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ ചെന്ന് കൈ കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ആർക്കും ചോദിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ കൈ കൊടുക്കാൻ വേണ്ട ഒരു നയചാതുര്യവും അത്തരത്തിലുള്ളൊരു പ്രകടനത്തിൻ്റെ പശ്ചാത്തലമൊന്നും ഈ 2014 ശേഷമുള്ള സർക്കാരിന് ആഗോള നയതന്ത്ര രംഗത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലാ അയൽ രാജ്യങ്ങളും. അവസാനം ഇപ്പോൾ നമ്മൾ താലിബാനെയൊക്കെയാണ് ഇപ്പം നമ്മളൊന്ന് ഒരു അയൽക്കാരനായിട്ട്, ഏറ്റവും അടുത്ത അയൽക്കാരനായിട്ട് പരിഗണിക്കുന്നത്. എന്തൊരു ഗതികേടം നോക്കും നിങ്ങൾ ഇന്ത്യയുടെ. അപ്പോൾ ഇത്തരത്തിൽ ഗതികേട് നിറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ BJP സർക്കാരിൻ്റെ വിദേശ നയം കൊണ്ടുണ്ടായത്. ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല ഇന്ത്യ. ഇവിടെ ശീതസമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് വരെ മാലിദ്വീപും ശ്രീലങ്കയും പിന്നെ നേപ്പാളും ഒക്കെ ഇന്ത്യയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. അമേരിക്കയും റഷ്യയൊന്നും ഇന്ത്യക്ക് മുമ്പിൽ അവർക്ക് വലിപ്പം പോരായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് നമുക്ക് ആരുമില്ല. ഇപ്പോൾ ചൈനയായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ല രീതിയിൽ വരികയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ഭാരതീയൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായ ഒരുപാട് കാര്യങ്ങൾ ഇത് നേരായ ദിശയിൽ പോകുന്ന പക്ഷം സംഭവിക്കും. അതിനുള്ള കയ്യടക്കമൊക്കെ ഈ ഭരണാധികാരത്തിനും ഭരണകൂടത്തിനൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതാണ് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ളത്. ന്യായമാണ്. ഞാൻ എൻ്റെ കാരണങ്ങളാണ് നിരത്തിയത്. ശരി നൗഷാദ്. ശ്രീ നിതീഷ് നാരായണൻ, ഇത് അല്പം മുമ്പ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഒരു നീണ്ട ട്വീറ്റിലൂടെ ഈ നീക്കത്തെ ശുഭോദർക്കമെന്ന് വിളിക്കുകയും ലോക ജനതയ്ക്ക് തന്നെ ആഹ്ലാദകരമായ ഒരു നിമിഷമാണിതെന്ന് പറയുകയും ചെയ്യുന്നു. ഈ ചൈന ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ചൈന നമുക്ക് എത്ര വലിയ ഭീഷണിയാണ് എന്നുള്ളത് CPM-നും അറിയാവുന്നതാണല്ലോ. ആ ഭീഷണിയൊക്കെ മറികടക്കും വിധം ഈ സൗഹൃദം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും ലോകരാജ്യങ്ങൾക്ക് തന്നെയും ഗുണകരമാകുന്ന ഒരു നീക്കമാവുന്നത് എങ്ങനെയാണ്? ഇത് ഏതെങ്കിലും 1-2 ദിവസം കൊണ്ട് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നല്ല ഇങ്ങനെയുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത്, കൂടുതൽ സൗഹാർദ്ദപരമാകുന്നത്, ഒന്നിച്ച് അന്താരാഷ്ട്ര വേദികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലോകത്തിനുമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്തെ ജനസംഖ്യയുടെ 1/3 ആകും ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ ചേർന്നാൽ തന്നെ. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന, ലോക ജനസംഖ്യയുടെ ഏറ്റവും വലിയ ശതമാനം ജീവിക്കുന്ന ഇടങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും. 1. 2. ചരിത്രപരമായി ഈ രണ്ട് രാജ്യങ്ങളും കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ള രാജ്യങ്ങളാണ്. കൊളോണിയൽ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള നൂറ്റാണ്ടുകളോളം അതിൻ്റെ നരകയാതന അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ ആണ്. ഇതാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം. 3. ഈ രണ്ട് രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. മാത്രമല്ല വലിയ 3400 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആണ്. 4. ഈ രണ്ട് രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ തന്നെ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണമായിട്ട് മാറും, അതുപോലെ തന്നെ ലോകത്തിനും ഗുണമായിട്ട് മാറും. മറ്റൊന്ന്, ഇതേ സമയം ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പലരും വളരെ ലളിതമായിട്ടൊക്കെയാണ്, അതിൽ ലളിത യുക്തികൾ കൊണ്ടൊക്കെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു സ്വഭാവത്തെ ആളുകൾ നിർവചിക്കുകയൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് 900 സൈനിക ക്യാമ്പുകൾ, മിലിറ്ററി ബേസസ് ലോകത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് USA എന്നുള്ളത്.
140 രാജ്യങ്ങൾക്കകത്തോ അതിനോട് തൊട്ട് ചേർന്നിട്ടോ മിലിറ്ററി ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഉപരോധം പുതിയ കാലത്തൊരു യുദ്ധമാണ്. ആളുകളെ പട്ടിണിക്കിട്ട് ആളുകൾക്ക് അവസരം നിഷേധിച്ച് കൊല്ലുന്ന യുദ്ധത്തിൻ്റെ പേരാണ് ഉപരോധം എന്നുള്ളത്. ആ വാക്ക് ഉൾക്കൊള്ളുന്നൊരു തീവ്രത എത്രയോ വലുതാണ്, ഭീകരമാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് വാറ് നടത്തിക്കൊണ്ട് വിവരസാങ്കേതിക മേഖലകളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഒരാശയ പ്രചരണ രംഗത്ത് തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ, തങ്ങൾക്കെതിരായ ബദൽ നയങ്ങൾ വരുന്ന മേഖലകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും IMF പോലെ, അതുപോലെ തന്നെ ലോകബാങ്ക് പോലെ, ലോക വ്യാപാര സംഘടനകൾ പോലെ ഈ സംഘടനകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി, തങ്ങൾ മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ സീമന്ത രാജ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി, തങ്ങൾക്കിഷ്ടമുള്ള നയങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒക്കെ നടത്തുന്ന ഒരു ഗ്ലോബൽ ഒരു ഹെജിമണി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോകത്തിനാകെ അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ അട്ടിമറികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ ഇടങ്ങളിൽ എന്താ പറയുക, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലത്ത് ഈ കഴിഞ്ഞൊരു 20 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, ഇറാഖിൽ, ലിബിയയിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരത, കൊടും കുറ്റകൃത്യം, മനുഷ്യത്വത്തിന് നേരെയുള്ള എന്താ പറയുക വംശഹത്യ, അതിന് വലിയ പിന്തുണയായിട്ട് USA നിൽക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് നിൽക്കുന്ന ഒന്നിന് എതിരായിട്ട് ഗ്ലോബൽ സൗത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു ശക്തിപ്പെടലിൻ്റെ കൂടി ഭാഗമായിട്ട് ഇതിനൊക്കെ മാറാൻ ലോങ് ടേമിൽ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ അതെ, രണ്ടാമത്തെ കാര്യം അല്ല, ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് പൂർത്തിയാക്കാം. കാരണം ഇതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്തല്ല, ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതല്ല. അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒന്നല്ല. തുടർച്ചയായി ഒരു ലോങ് ടേമിലുള്ള ഫോറിൻ പോളിസിയിലുള്ള സ്ട്രാറ്റജിക് ഫെയിലിയറിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ട് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒന്നേ അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? കാരണം നോക്കുക, ഒറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത്, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ വിദേശ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത അത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ലോകത്തിലേക്ക്? ഒന്ന് ഫാർമസ്യൂട്ടിക്കലാണ്, മറ്റൊന്ന് അഗ്രികൾച്ചർ മേഖലയിൽ നിന്നുള്ളതാണ്, അതുപോലെ തന്നെ ഈ പിന്നെ ഈ എല്ലാ മേഖല ഈ പറയുന്ന, അതുപോലെ തന്നെ ഈ മോട്ടോർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സാധനങ്ങളാണ്, ടെക്സ്റ്റൈൽസ് ആണ്, ഈ സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് നാളെ ചൈനയുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല. അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഇല്ല. അതുകൊണ്ട് ഈ നേരത്തെ നമ്മുടെ സംസാരത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രയാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടു പോയത്? ഇന്ത്യ പരാജയപ്പെട്ടു പോയത് ഇന്ത്യയിലൊരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു പോയി. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ ഉയർത്തിക്കൊണ്ട് അവർക്ക് തന്നെ ഉപയോഗപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിലെല്ലാം ഇന്ത്യ ഇതൊരു ലോങ് ടേം പരാജയമാണ്. ആ ലോങ് ടേം പരാജയത്തെ ഏതെങ്കിലും 1-2 കൂടിക്കാഴ്ചകൾ കൊണ്ട് അതിനെ മാറ്റാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട. പക്ഷേ ഇത് ആത്മാർത്ഥതയോടെ ഒരു ലോങ് ടേമിൽ ഒരു പോളിസി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അതായത് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ റഷ്യയും ചൈനയോടൊപ്പം ഇന്ത്യ നിൽക്കുക എന്നതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു വരുന്ന പല നയങ്ങളും കൈവിടാൻ ഇന്ത്യ തയ്യാറാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് തന്നെ സൂചിപ്പിച്ച ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ്. സാങ്കേതികമായെങ്കിലും അതൊരു എന്താ പറയുക, ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ പോലും സാങ്കേതികമായി ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേലുമായി സൈനിക സഹകരണം വരെ ഇന്ത്യ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൈന അമേരിക്കയ്ക്കെതിരെ നമ്മുടെ സുഹൃത്താവുമ്പോൾ തന്നെ നമ്മുടെ തന്നെ ശത്രുവാണ് പലയിടങ്ങളിലും. ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ നയതന്ത്രപരമായി വളഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയേട്ടനാണ് ചൈന എന്ന് മാത്രമല്ല, ഏറ്റവും അടുത്ത ശത്രുവായ പാകിസ്ഥാനുമായി പരസ്യമായി സൗഹാർദ്ദം പ്രകടിപ്പിക്കാൻ, സാമ്പത്തികമായും സൈനികമായും സൗഹാർദ്ദം പ്രകടിപ്പിക്കാൻ അവർക്കൊരു മടിയുമില്ല. അപ്പോൾ അത്രയും അപകടകരമായ, അത്രയും സാഹസികമായ ഒരു ചങ്ങാത്തത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അതിനെയാണ് ലോക ജനതയ്ക്ക് ശാന്തിക്കുള്ള പുതിയ അവസരമെന്ന് MA ബേബി വാഴ്ത്തുന്നത്. അതിൽ നമുക്ക് ഈ എന്താണ് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഇന്ത്യയും ഈ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മറന്നുകൊണ്ട് അതിനെ കാണാൻ വേണ്ടി നമുക്ക് പറ്റില്ലല്ലോ.
ഈ സമയത്താണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ ഡീല് ഉണ്ടായിട്ടുള്ളത്. ഇതേ സമയത്താണ് അമേരിക്കയുടെ താല്പര്യപ്രകാരം ഇന്ത്യ ക്വാഡിൽ അംഗമായിട്ട് മാറിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സഖ്യത്തിലേക്ക് ഇന്ത്യ അംഗമായിട്ട് മാറിയിട്ടുള്ളത് ഇതേ കാലത്താണ്. ഇതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനുവരി മുതൽ, ഈ വർഷം ജനുവരി മുതൽ, അതായത് അമേരിക്ക ഈ ഉയർന്ന താരിഫ് ഉയർത്തിക്കഴിഞ്ഞ് ഏർപ്പെടുത്തിയതിന് ശേഷം പോലും ഇന്ത്യയിൽ പല ഇമ്പോർട്ട് ടാക്സുകൾ ഇന്ത്യയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടൻ്റെത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടാണുള്ളത്. 11% കോട്ടൻ്റെ ഇമ്പോർട്ട് ടാക്സ് ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലുള്ളത്. ഇതുപോലെ തന്നെ CBU, അതായത് കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ്, എന്തിൻ്റെ മോട്ടോർ വാഹനങ്ങളുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യയിൽ ഒഴിവാക്കി വലിയ തരത്തിൽ കുറച്ചിട്ടുള്ളത്. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്കൻ താല്പര്യത്തിന് അനുഗുണമായിട്ടുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന നയങ്ങൾ ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള പക്ഷത്താണ് ചൈന ഉള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ചർച്ചകളിൽ തീരുന്നൊരു കാര്യമല്ല അത്. ലോകത്ത് വിവിധ തട്ടിൽ വിവിധ ശക്തികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ പക്ഷം എവിടെയായിരുന്നു, ഇന്ത്യൻ ഭരണകൂടം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം തിരുത്തുന്ന സമയത്ത് ഈ ലോകശക്തികൾക്കിടയിലുള്ള തമ്മിലുള്ള ബാലൻസിങ്ങിലും മാറ്റം വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരു നയതന്ത്ര നീക്കം എന്ന നിലയിൽ ചൈനയുമായുള്ള സൗഹൃദം പുനരാരംഭിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ്, ബിഗിനിങ് സ്റ്റേജാണെന്ന് താങ്കൾ മുമ്പ് പറഞ്ഞു. ശരി, പക്ഷേ ഈ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ചില ചതിക്കുഴികളുണ്ട്. കാരണം ഒരു റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊരുത്തപ്പെടൽ ഘട്ടം പോലും ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നിട്ടില്ല. ഉദാഹരണത്തിന് ഗാൽവാൻ വാലി ഒരു ഉദാഹരണം, അരുണാചൽ പ്രദേശ് മറ്റൊരു ഉദാഹരണം. അപ്പോൾ അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ 2 രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കണ്ടു എന്നുള്ളത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? കാരണം ചരിത്രപരമായി നമുക്ക് നോക്കിയാൽ അറിയാം, മുമ്പ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ വന്നതാണ്. അദ്ദേഹത്തെ ഗുജറാത്തിലും തമിഴ്നാട്ടിലും എല്ലാം കൊണ്ടുപോയി നടന്ന് സ്ഥലം കാണിച്ച് വലിയ സൗഹൃദം ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് നേരിടേണ്ടി വന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു അയൽക്കാരനും സുഹൃത്തുമാണോ ചൈന? മുമ്പ് ശ്രീ ബഹുമാനപ്പെട്ട നൗഷാദ് അലി പറഞ്ഞ ചില കാര്യങ്ങളോടൊന്നും ഞാൻ പ്രതികരിച്ചോട്ടെ. അദ്ദേഹം പറയുന്നത് 2014 ശേഷമാണ് ഇന്ത്യയുടെ ഈ വിദേശകാര്യ നയം മുഴുവനും പാളിപ്പോയത്. അതുവരെ ചൈനയുമായിട്ടൊക്കെ വളരെ ഗംഭീരമായ ബന്ധമായിരുന്നു എന്ന നിലയിലാണല്ലോ അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അപ്പം ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. ഇവിടെ ആദികേശവ സാർ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, ഇന്ത്യ ചീനി ഭായി ഭായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈനിക ശക്തി പോലും ഒരു പ്രാധാന്യവും കൊടുക്കാതിരുന്ന ആ സമയത്ത് ആ ഭായി നമുക്ക് ചെയ്ത പണി എന്തായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നല്ല വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മിസ്റ്റർ നൗഷാദ് അലി. 38,000 ചതുരശ്ര കിലോമീറ്ററാണ് അവർ അന്ന് ആ യുദ്ധത്തിൽ ആദ്യത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചൈന പിന്നിൽ നിന്ന് കുത്തിയ യുദ്ധത്തിൽ കൊണ്ടുപോയത്. 38 രാജ്യം നേരിട്ട ഏറ്റവും നാണം കെട്ട തോൽവിയായിരുന്നു, യുദ്ധപരാജയമായിരുന്നു അന്ന് 62 സംഭവിച്ചത് എന്നുള്ളത്. അത് ആരുടെ കാലത്തായിരുന്നു എന്നും നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ UPA അധികാരത്തിലിരുന്ന സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണി പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതായത് ചൈനീസ് അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളതാണ് രാജ്യത്തിന്റെ നയം. അവിടെ നോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇത് പച്ചയ്ക്ക് പറഞ്ഞാണ്, പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട. ഈ നയം ഉണ്ടായിരുന്ന ഓപ്പൺ ആയിട്ടുള്ള നയം ഉണ്ടായിരുന്ന കാലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പിന്നെ ഇനി അജിംസിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് അജിംസിന്റെ ചോദ്യം കറക്റ്റാണത്, പ്രസക്തമാണത്. അതായത് ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. ഗാൽവൻ വാലിയിലെ ഇഷ്യൂ ഉണ്ട്, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെ എത്രയോ കാലം പതിറ്റാണ്ടുകളായിട്ടുള്ളതാണെന്നേ, ഇന്നും ഇന്നലെ ഉള്ള സംഭവം അല്ല. അത് ആ റിയാലിറ്റീസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വിമർശനം ഷാബു പ്രസാദ്, ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഇഷ്യൂ ഉണ്ട് എന്ന് ഷാബു പ്രസാദ് സമ്മതിക്കും. പക്ഷേ പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും സമ്മതിക്കില്ല, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി സമ്മതിക്കില്ല. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരൊരു വില്ലേജ് തന്നെ ഉണ്ടാക്കി അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നാണ് നിഷേധിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം.
ഒരു കാര്യമുണ്ട്, ഇപ്പം ഇത് ഈ ഓരോന്ന് അവരുടെ കയ്യിൽ തന്നെ ഇരുന്ന സ്ഥലങ്ങളില് 62 യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അവിടെ അവർ വാല്യൂം കാര്യങ്ങളും ഉണ്ടാക്കുന്നത്, അത് നമ്മൾ ക്ലെയിം ചെയ്യുന്ന നമ്മുടെ സ്ഥലം തന്നെയാണത്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന 62 ഇവർ ദാനം കൊടുത്ത ഒരു പുല്ലുപോലും മുളക്കില്ല എന്ന്, പുല്ലുപോലും മുളയ്ക്കാത്ത ഭൂമിയല്ലേ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് അന്നത്തെ സർക്കാർ കൈയൊഴിഞ്ഞ സ്ഥലത്ത് അവർ ഗ്രാമങ്ങൾ പണിയുന്നുണ്ട്. നമ്മുടെ സ്ഥലം തന്നെയാണത്, അന്ന് കൈവിട്ടു പോയ സ്ഥലമാണത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ കാര്യം. എന്നിട്ട് അങ്ങനെ ചരിത്രത്തിൽ കാണിച്ച ഒരുപാട് വിഡ്ഢിത്തങ്ങൾക്ക് നമ്മൾ ഇന്ന് ഒരുപാട് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത്. പക്ഷേ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഇത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള രണ്ട് സംസ്കാരങ്ങളും രണ്ട് ജനതകളും തമ്മിലുള്ള ബന്ധം കൂടിയാണിത്. അത് ഈ ഇഷ്യൂസ് അതിന്റെ എല്ലാ റിയാലിറ്റിയോടും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവർ ഒരിക്കൽ നമ്മളെ ചതിച്ചവരാണ് എന്ന യാഥാർത്ഥ്യം, ചരിത്ര യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും ആ ബന്ധം വളർത്തേണ്ടതും ഇരു രാജ്യങ്ങളുടെയും ഇരു സമൂഹങ്ങളുടെയും ഈ ലോക സമൂഹത്തിന്റെയും ആവശ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുവേണം. അല്ലാതെ പഴയ പോലെ ഇന്ത്യ ചീനി ഭായ് ഭായ് അവനൊരിക്കലും നമ്മളെ ആക്രമിക്കില്ല. ഒരു സോഷ്യലിസ്റ്റ് രാജ്യം മറ്റൊരു സോഷ്യലിസ്റ്റ് രാജ്യത്തിനെ ഒരിക്കലും ആക്രമിക്കില്ല. അതുകൊണ്ട് നമുക്കൊരു സൈന്യമേ വേണ്ട എന്ന് പറഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയുടെ രീതിയല്ല. അതുപോലെ മറ്റൊരു കാര്യം പറയാം, ഇപ്പോൾ ചൈന ഈ അമേരിക്കയുടെ ഈ താരിഫ് അതിനൊരു കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു ടോക്കിനും ഇപ്പോൾ ബന്ധം ഉണ്ടാവുന്നത്. പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ കാരണം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാരതത്തിന്റെ ശക്തി എത്രത്തോളം വലുതാണ്, ഭാരതത്തിന്റെ ആ ഒരു സൈനികമായ കാഴ്ചപ്പാട് എത്ര ക്ലിയർ ആണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ ഓപ്പറേഷൻ സിന്ദൂർ ഒരുപാട് സഹായിച്ചു. അത് മാത്രമല്ല, ചൈനീസ് ആയുധങ്ങളുടെ നേരിട്ട് ഏറ്റുമുട്ടിയാൽ ചൈനീസ് ആയുധങ്ങളുടെ നില എന്താണ് എന്നും ലോകത്തിന് ബോധ്യപ്പെട്ടു. അതായത് തങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരു രാജ്യമല്ല ഇത് എന്ന് ചൈനീസ് ഭരണാധികാരി ഷാബു പ്രസാദ് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഇന്ത്യയുടെ ആ ശൗര്യം കണ്ട് ചൈന എന്നാ ഇന്ത്യയെ കൂടെ കൂട്ടിക്കളയാം, ചൈനയുടെ എന്തോ ആവശ്യം പോലെയാണ് പല ഘടകങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. പല ഘടകങ്ങളിൽ ഒന്നാണ് കാര്യം. ഇന്ത്യ ശക്തരായ രാജ്യമാണ്. ശക്തനും ഇപ്പൊ സാർ ഇവിടെ ആദികേശവ സാർ പറഞ്ഞു, ശക്തനും തമ്മിൽ കൈകോർക്കണം. അതായത് അങ്ങനെ അവഗണിച്ച് കളയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. കാര്യം അത് സൈനികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ആ ഒരു സഹകരണം കൊണ്ട് തങ്ങൾക്കും ഗുണമാണ് ഉണ്ടാവുക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ചൈന അവരും ചെന്നിട്ടുണ്ട്. നമുക്കും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ്. അതായത് ഒരു ഫാക്ടർ മാത്രമല്ല, അതൊക്കെ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഈ താരിഫ് ഇഷ്യൂ എന്നുള്ളത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്ന് ഞാൻ കാണുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ശരി, ശ്രീ ആദികേശവൻ, ഇപ്പോൾ CPEC എന്ന പേരിൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോഓപ്പറേഷൻ എന്നൊരു പദ്ധതി തന്നെയുണ്ട്. അവിടെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചൈന തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് അതിന് പിന്നിൽ മറ്റേ അവരുടെ ഒരു വിശാലമായ വാണിജ്യ താല്പര്യങ്ങളുണ്ട്. സിൽക്ക് റൂട്ട്, ഒരു പുതിയ സിൽക്ക് റൂട്ട് പണിയുക എന്നുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനുമായി കൂടുതൽ വ്യാപാര സൈനിക സഹകരണം നടത്തുന്ന ഒരു രാജ്യം, അതേസമയം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ചൈനയെ സംബന്ധിച്ച് ഒരു മികച്ച വിപണിയാണ്. ചൈന ഇന്ത്യക്കല്ല വിപണി, ഇന്ത്യ ചൈനയ്ക്കാണ് വിപണി. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഇപ്പോഴും ചൈനയ്ക്കുണ്ട്, നേരത്തെയുമുണ്ട്, ഇനിയും ഉണ്ടാകും എന്നാകുമോ? അതെ, അതായത് നമ്മുടെ ഇപ്പം GDPയുടെ കണക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ടും അത് നമ്മൾ നിരാകരിച്ചിട്ട് കാര്യമില്ല അജിംസ്. അതായത് ലോകത്തിലെ 1-ാം നമ്പർ രാജ്യം, 2-ാം നമ്പർ രാജ്യവും പിന്നെ ഇനി 3-ാമത്തേതാവും, അതിൽ സംശയമൊന്നുമില്ല. ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഒരു ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. 2030-ലോ അതിന് മുമ്പോ ഒക്കെ ആയേക്കാം. പക്ഷെ എങ്കിലും ഇത് സമ്മതിക്കാതെ നിവൃത്തിയില്ല. കാരണം ഈ ഇക്കോണമീസ് തമ്മിലുള്ള അന്തരം, നമ്മളിപ്പം ഏകദേശം $30 ട്രില്യൺ ആണ് GDP അമേരിക്കയുടെ GDP എങ്കിൽ ചൈന 18 ട്രില്യൺ, 18-20 അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ. നമ്മുടെ GDP $4 ട്രില്യൺ ഉള്ളൂ. അപ്പം അവിടെയാണ് ഈ അന്തരം നിലനിൽക്കുന്നത്. പക്ഷേ ആ അന്തരം നിലനിൽക്കുമ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് എനിക്ക് നേരത്തെ ഇവിടെ പറയപ്പെട്ട ഒരു ഒരു അഭിപ്രായത്തിനെ നിരാകരിക്കേണ്ടി വരുന്നത്.
അതായത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യക്ക് അല്ലെങ്കിൽ സാമ്പത്തിക വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇന്നില്ലെന്ന് മാത്രമല്ല, അജിംസ് ആരോടും നമുക്ക് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ടും സധൈര്യം നമുക്ക് പറയുവാൻ സാധിക്കും. ലോകത്തിലെ ലാർജ് ഇക്കോണമീസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ചൈനയടക്കം, അവരെക്കാളെല്ലാം ഹയർ റേറ്റിലാണ് നമ്മൾ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വസ്തുത അംഗീകരിക്കണം. കാരണം അമേരിക്കയുടെ വളർച്ചാ നിരക്ക് ഒരു വർഷത്തിൽ 2%, ജർമ്മനി, ജപ്പാൻ അത് താരതമ്യപ്പെടുത്താവുന്ന സൈസിൽ ഇന്ത്യക്കൊപ്പം ഇപ്പോൾ താരതമ്യപ്പെടുത്താവുന്ന 2 ലാർജ് ഇക്കോണമീസ്. ഏകദേശം ജർമ്മനി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ജപ്പാൻ ഏകദേശം സമാസമം, അതായത് ഗ്രോത്ത് ഇല്ല പക്ഷെ തളർച്ചയുമില്ല. കഴിഞ്ഞ വർഷത്തെ അതേ തോതിൽ GDP ആകും എന്നുള്ളതാണ് ജപ്പാൻ്റെ പ്രതീക്ഷ. ചൈനയിൽ പോലും 5%, 4.5%, ഇന്ത്യ 6.5%, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഈ ടാരിഫിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം പരമാവധി നമ്മുടെ റേറ്റ് കുറഞ്ഞു പോയാലും 6% റിയൽ GDP ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മോശപ്പെട്ട കാര്യമേ അല്ല. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ പ്രതിസന്ധി, ക്രൈസിസ് എന്ന് പറയുന്നത് ശരിയാവുന്നില്ല വസ്തുതയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഈ ഒരു കാര്യം കൂടി അജിംസ്, നമ്മൾ ഈ ഓപ്റ്റിക്സ്, അതായത് നമ്മൾ ട്രംപ് മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഇലക്ഷൻ ക്യാമ്പയിന് അബ് കി ബാർ ട്രംപ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ ഓപ്റ്റിക്സും കാര്യക്ഷമമായിട്ടുള്ള നടപടികളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്നിപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയല്ലോ, അവിടെ തന്നെ എനിക്കൊന്ന് ശ്രീ നൗഷദ് അലി പറഞ്ഞതാണ്, പാകിസ്ഥാനും അവിടെയുണ്ട്. നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് മോഡിക്ക് വിരിച്ച അതേ ചുവന്ന പരവതാനി തന്നെയായിരിക്കാം പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർക്ക് വിരിച്ചത്. പക്ഷെ അതുകൊണ്ട് ഈ പുതിയ ഒരു സംരംഭം അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. അപ്പം അതേസമയം വേറൊരു കാര്യം കൂടി, നമ്മളിപ്പം ട്രംപിനെ കുറേ അധികം പ്രകീർത്തിച്ചു നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണല്ലോ. അതിൽ കാണേണ്ട ഒരു പോസിറ്റീവ് തിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് RCEP, ചൈന നയിക്കുന്ന റീജിയണൽ ഇക്കണോമിക് കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കുറേ രാജ്യങ്ങളുണ്ട്. വലിയ ഒരു ട്രേഡ് ബ്ലോക്കാണ്. 2019 നമ്മുടെ പ്രധാനമന്ത്രി തായ്ലൻഡിൽ പോയിട്ട് അവസാനം ഒപ്പിടും എന്നുള്ള ഒരു പരിതസ്ഥിതി വന്നതിന് ശേഷം ഒപ്പിടാതെ തിരിച്ചു വന്നു. കാരണം ഇവിടുത്തെ കർഷകരുടെയോ പാവപ്പെട്ടവരുടെയോ താല്പര്യങ്ങൾ നമ്മൾ ത്യജിച്ചുകൊണ്ട് ഒരു ട്രേഡ് ഉടമ്പടിയും ഞാൻ ഒപ്പിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ? അതേപോലെ ഇന്ന് ട്രംപുമായിട്ടുള്ള നമ്മുടെ പ്രശ്നം എന്തുകൊണ്ടാണ്? ഈ ട്രേഡിൻ്റെ നെഗോസിയേഷൻ നമ്മൾ ഫെബ്രുവരിയിലാണ് ട്രംപ് വരുന്നത് അധികാരത്തിൽ, ഇനോഗ്രേഷൻ ജനുവരി 20. ഏകദേശം മാർച്ച് ഏപ്രിൽ തുടങ്ങിയിട്ട് നമ്മുടെ കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും മോഡി നമസ്തേ ട്രംപ് പോലും ഒപ്റ്റിക്സിൽ പറയാതെ റിയൽ എൻഗേജ്മെന്റ് നോക്കണമെന്ന്. നോക്കൂ, ഈ ട്രംപിന്റെ 1ാം ടൈമിൽ തന്നെ ഈ സൂചനകളുണ്ട്. അദ്ദേഹം ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യാപാരത്തെക്കാൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു ഒതുങ്ങിക്കൂടൽ സാമ്പത്തിക നയത്തിൻ്റെ ആളാണെന്ന സൂചന അന്നേ ഉണ്ട്. ഈ താരിഫ് ഭീഷണി 1ാം ട്രംപിൻ്റെ കാലത്തേ ഉണ്ട്. അന്നൊന്നും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ഈ താരിഫ് അടിച്ചു തരുമ്പോൾ അമ്പരം നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന സൗഹൃദം, ആ സൗഹൃദത്തിനപ്പുറം ട്രംപിനെയും അമേരിക്കയും മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇല്ല അജിംസ്, നല്ല ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ഞാൻ എന്നോടും, നമ്മുടെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ടല്ലോ, മറ്റുള്ള പാനലിസ്റ്റിനും മറ്റുള്ളവർക്കും ചോദിച്ചു നോക്കാം. അമേരിക്കൻ സാധാരണ ജനതയ്ക്ക് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ കണ്ട എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്, മനസ്സിലായില്ലേ? ഇന്ത്യൻ ഒറിജിൻ, എന്നോടൊപ്പം തിരുവനന്തപുരത്ത് പഠിച്ചു, എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ OCA കാർഡ് മാത്രമേ ഉള്ളൂ. തിരിച്ചു വന്നു. രാവിലെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അതായത് മുട്ടയുടെ വില നേരത്തെ $1.50, എനിക്ക് തോന്നുന്നത് 6 മുട്ടയോ 12, അതെനിക്ക് കണക്കറിയില്ല. പക്ഷേ അതേ പാക്കറ്റിന് വില $12 ആവുകയും ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് $8-9 നിൽക്കുന്നു. ഏതാണ്? $1.50 കിട്ടിക്കൊണ്ടിരുന്ന മുട്ട സാധാരണ വീടുകളിലെല്ലാം വാങ്ങിക്കുന്ന സാധനമല്ലേ. പാലിൻ്റെ വില, ഒരു കാർട്ടൺ മിൽക്കിന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേ നിലവാരം $1.5-2 ആയിരുന്നത് $8-9 ആവുകയും പക്ഷെ കുറഞ്ഞിട്ട് $6. അപ്പോൾ ഇൻഫ്ലേഷണറി ഇമ്പാക്റ്റ് ഇപ്പോഴുണ്ട്. സാധാരണ ജനതയടക്കം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ട്, അത് നാച്ചുറലുമാണ്. ലോകത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും
ഈ ട്രംപിൻ്റെ മൂവിനെ കുറിച്ച് ന്യായീകരിക്കാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് എങ്ങനെ അമേരിക്കയ്ക്ക് പോലും ഗുണമുണ്ടാവും എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇത് അമേരിക്കയ്ക്ക് ഗുണമുണ്ടാവും എന്നുള്ള രീതിയിലുള്ള അസംഷൻ തെറ്റാണെന്ന് മാത്രമല്ല അവിടെയും സാധാരണ ജനങ്ങൾക്കിടയിൽ ഇൻക്ലൂഡിങ് ട്രംപിന് വോട്ട് ചെയ്ത ആൾക്കാർ വരെ ഈ ഇൻഫ്ലേഷണറി ഇമ്പാക്ട്, ബിക്കോസ് തീരുവ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാവില്ലേ അജിംസ്? എല്ലാവർക്കും സാധാരണ ലോജിക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മതിയല്ലോ അതിൽ. അപ്പോൾ അവിടെയാണ് ഇതൊരു നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാതെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതായത് പെർമനന്റ് താല്പര്യങ്ങളെ എല്ലാവർക്കും ഉള്ളൂ. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന നൈതികത, ഇപ്പം നമ്മുടെ തന്നെ നോൺ അലൈൻമെന്റ്, ചേരാ നയം, ഇന്ന് ആ പ്രയോഗമേ ഇന്നില്ലല്ലോ അജിംസ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും നൈതികതയിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്റർനാഷണൽ റിലേഷൻസ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനത്തെ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് മാത്രം നമ്മൾ നൈതികമായിട്ടുള്ള ഫോറിൻ റിലേഷൻസ് നയതന്ത്രം നമ്മൾ നടത്തും എന്നുള്ളത് പ്രായോഗികമേ അല്ല. ആ അപ്രായോഗികത കൂടി നമ്മൾ കണക്കിലെടുക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ശരി, ശ്രീ നൗഷാദ്, നോക്കൂ, ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ചൈന ഇങ്ങനെയാണ്. ചൈനയെ നമ്പാൻ കൊള്ളില്ല, ഭായ് എന്ന് വിളിച്ചാൽ പുറകിൽ നിന്ന് കുത്തും. അത് നയതന്ത്രപരമായിട്ടാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും വ്യാപാരപരമായിട്ടാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യവുമായിട്ടുള്ളൊരു തന്ത്രപരമായ സൗഹൃദം നിലനിർത്തിയേ മതിയാവും നമുക്ക്, പ്രത്യേകിച്ചും നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ. അതിനെത്ര കളിയാക്കാൻ എന്താണ് നൗഷാദ് അലി? അല്ല, ഇതിനകത്ത് ഞാനിപ്പോൾ ഈ ഷാബു പ്രസാദ് നേരത്തെ അദ്ദേഹം എങ്ങനെ തെറ്റിദ്ധരിച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതെങ്കിലും കാലത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നത് ആസ്പദമാക്കിയല്ല ഈ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം പാളിച്ചയുള്ളതാണ് എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഞാനീ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. 1948 മുതലോ അല്ലെങ്കിൽ 50 തൊട്ട് ഇന്ത്യയായിട്ട് അറ്റാച്ച്ഡ് ആയ മാലിദ്വീപ്സോ ശ്രീലങ്കയോ അല്ലെങ്കിൽ നേപ്പാളോ പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയേക്കാൾ പ്രിഫറൻസ് കൊടുക്കുന്നത് മറ്റ് ചൈന പോലുള്ള രാജ്യങ്ങൾക്കാണ്. അത് വലിയൊരു വീഴ്ച അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഞാൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ചൈനയായിട്ട് UPA കാലത്തോ കോൺഗ്രസ് കാലത്തോ നല്ല ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വേറൊരു വാചകം പറഞ്ഞത് വളരെ നിർഭാഗ്യകരമാണ്, അത് അവാസ്തവമാണ്. അതായത് ഇന്ത്യക്ക് സൈന്യമൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ നെഹ്റു തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ 1948 പാകിസ്ഥാനായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്, 1965 യുദ്ധം നടന്നിട്ടുണ്ട്, 1971 യുദ്ധത്തിലാണ് പാകിസ്ഥാൻ 2 കഷ്ണമായിട്ട് വിഭജിക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പറയാൻ. അതുപോലെ 1970 തന്നെ ഇന്ത്യ ആണവശക്തിയായി. ഇതൊക്കെ ഏത് ഭരണം കൊണ്ടാണ്? നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ നയങ്ങളും ഇടപെടലുകളും കാരണമാണ്. പിന്നെ ചൈന എന്നത് ഇന്ത്യയേക്കാൾ വലിയൊരു മഹാശക്തിയാണ് അക്കാലത്തും. അവരന്നും UN സെക്യൂരിറ്റി കൗൺസിൽ അംഗമാണ്. അവർ ലോകമഹായുദ്ധങ്ങളിൽ സഖ്യകക്ഷികളായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ നമ്മളെക്കാൾ ശക്തമായൊരു രാജ്യമാണ് അന്നും ഇന്നും. അപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നമുക്ക് എല്ലാ കാലത്തും തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് 1962 തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചൈന നമ്മുടെ ഭൂമി പിടിച്ചെടുത്ത കാര്യം അടക്കം മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരുകളൊക്കെയാണ്. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അതേ ഉള്ളൂ. പിന്നെ ഇവിടെ ശ്രീ ആദികേശവൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് അമേരിക്കയിൽ ഈ പുതിയ നയങ്ങൾ കാരണം അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കും, ഇന്ത്യയിലെ ജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് താല്പര്യങ്ങളും അങ്ങനെ ഈ സാമ്പത്തിക വളർച്ചാ കണക്കിൽ അക്കങ്ങൾ പെരുപ്പിക്കാനുള്ള അഭ്യാസങ്ങളുമാണ്. ഇപ്പോൾ റഷ്യ എന്ന ക്രൂഡ് ഓയിൽ തുച്ഛമായ വിലയ്ക്ക് ഇന്ത്യ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്ക പരസ്യമായിട്ട് പറയുന്ന പ്രകോപനം. ആ തുച്ഛമായ വിലയുടെ 1/4 പൈസയുടെ വിഹിതമെങ്കിലും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഇറക്കുമതി താരിഫ് കൂട്ടുമ്പോൾ അതിൻ്റെ ഗുണമൊന്നും അവിടുത്തെ നാട്ടുകാർക്ക് കിട്ടില്ല, പക്ഷേ അവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് കിട്ടും. ഈ അക്കങ്ങളുടെ പെരുപ്പത്തിന് അത് ഉപകരിക്കും. അത്രയേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു സമാനമായ കോർപ്പറേറ്റ് താല്പര്യങ്ങളുമായി ബന്ധിക്കപ്പെട്ട നീക്കങ്ങളാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ അമേരിക്ക അങ്ങനെ ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് മാത്രമല്ല നഷ്ടമുള്ളത്, നമ്മുടെ രാജ്യത്ത് സൂറത്ത് എന്ന സ്ഥലം, ഇപ്പം നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്തെ സ്ഥലമാണ് സൂറത്ത്. ലോകത്തിലെ 90% ഡയമണ്ടും കൊണ്ടുവന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് സംസ്കരിച്ച് കയറ്റി അയക്കുന്ന സ്ഥലം സൂറത്താണ്. വേൾഡിലെ നമ്പർ 1 പിന്നെ ഡയമണ്ടിൻ്റെ പബ്ലിക് മാർക്കറ്റ് സൂറത്താണ്. 90% കൈകാര്യം ചെയ്യുന്നത്. ഈ ഡയമണ്ടാണ് പ്രധാന അമേരിക്കൻ പിന്നെ ഇറക്കുമതി സാധനം. അവിടുത്തെ ഡയമണ്ടിൻ്റെ വിപണി അമേരിക്കയാണ്.
ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എത്തരത്തിൽ BJPയെയും ആ നരേന്ദ്രമോദിയെയൊക്കെ ഈ വിവാദം ബാധിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. രാജ്യത്തെ എല്ലാ ജനങ്ങളും ഈ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ ആ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വോട്ട് ചോരിയിലെ ഇത്രയധികം ആളുകൾ ആകർഷിക്കപ്പെടാൻ കാരണം നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായി ഹതാശയരാണ്. ഈ സർക്കാരിൻ്റെ സ്ഥിരതയില്ലാത്ത ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളും നയങ്ങളും കാരണം നമ്മുടെ നാടിൻ്റെ വിദേശ നയവും പൊളിഞ്ഞുപോയി, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക രംഗവും പൊളിഞ്ഞുപോയി. സാധാരണക്കാർ വലിയ കഷ്ടത്തിലാണ്. നമ്മൾ അത് മാത്രം, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇതിന് നേരെ കണ്ണടച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലീഷകൾ പറഞ്ഞതുകൊണ്ട് പിന്നെ പശു പുല്ല് തിന്നില്ല. ശരി, നിതീഷ് നാരായണൻ, ഇവിടെ നോക്കൂ. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മൗലിക കാരണം എന്താണ്? റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു. അങ്ങനെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരൊക്കെ വിചാരിക്കും ഇന്ത്യയിലെ പെട്രോളിനെ ഡീസലിനെ വില പിടിച്ചു നിർത്താൻ വേണ്ടി മോദിജി വളരെ കഷ്ടപ്പെട്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇറക്കുമതി ചെയ്തതിൽ 50% എണ്ണയും റിലയൻസിനാണ്. റിലയൻസ് ആകട്ടെ അവർക്ക് അധികമായി അവർ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ മുഴുവനായിട്ട് അവർ കയറ്റുമതി ചെയ്യുകയാണ്, ഇവിടെ വിൽക്കുകയല്ല. ഒരു ഗുണവും നാട്ടുകാർക്കില്ല. കോർപ്പറേറ്റുകൾക്ക് മാത്രം ഗുണകരമായ ഒരു നയതന്ത്ര തീരുമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങളിവിടെ സൂചിപ്പിക്കുന്ന പോലെ വിശാലമായ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള വിശാല ഐക്യമുന്നണി രൂപീകരണമൊന്നുമല്ല. ഇപ്പോൾ ചൈനയുമായി കൂട്ടുകൂടുന്നതിലും ഈ തരത്തിലുള്ള എന്തെങ്കിലും കോർപ്പറേറ്റ് താല്പര്യമുണ്ടാവും. അദാനിയുടെ സാധ്യതകൾ അമേരിക്കയിൽ അസ്തമിച്ചാൽ ചൈനയിൽ തുറക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ലോക രാഷ്ട്രീയ സാഹചര്യത്തെ ലോക സാമ്രാജ്യത്വ വിരുദ്ധ മുന്നണിയായൊക്കെ കാണുന്നതിൽ പ്രശ്നങ്ങളുണ്ട് നിതീഷ്. ഞാനിവിടെ ലോക സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ മുന്നണി ഉയർന്നു വന്നുവെന്നും അതിൽ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കിലാണിപ്പോൾ ഉള്ളത് എന്നുള്ള ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ആദ്യഘട്ടത്തിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ ഇത് തുടരുകയാണെങ്കിൽ, ഈ സൂചനകൾ തുടരുകയാണെങ്കിൽ, ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യതയുണ്ട്. അത് ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമല്ല, ലോകത്തിന് തന്നെ, ലോകത്തെ മനുഷ്യവംശത്തിന് തന്നെ അത് ഗുണകരമായിട്ട് മാറുമെന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി റിലയൻസിൻ്റെ കയ്യിലാണ് ഉള്ളത്. ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് അത് സംസ്കരിക്കുകയാണ് റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾക്ക്, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യ മറിച്ച് വിൽക്കുന്നുമുണ്ട്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് താല്പര്യം ഇതിനകത്തുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സുകളിൽ ഒന്ന് ടാക്സേഷനാണ്, ഓയിലിൻ്റെ ടാക്സേഷനാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഈ എണ്ണയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ദുരിതമാണ് ഇന്ത്യയിൽ കർഷകർക്കുൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ത്യയുടെ ഈ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ സൂചിപ്പിച്ചൊരു വിഷയം ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് GDP മാത്രം എടുത്തുകൊണ്ട് ഈ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഇന്ത്യ ഇത്തരത്തിൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു എന്ന നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഇപ്പോഴെത്രയാണ്? അത് $2200 ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം എന്നുള്ളത്. ചൈനയുടേത് $14,000 ജപ്പാൻ്റെത് 45 ഈ പറയുന്ന US-ൻ്റെത് 80 മറ്റോ ആണ് എന്നുള്ളതാണ് എൻ്റെ 80,000 മറ്റോ ആണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. 2010 ഇന്ത്യയുടേത് 1100 ചൈനയുടേത് 4,000 ആയിരുന്നു. ഇന്ത്യ ഒരിരട്ടി വർദ്ധിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ചൈനയിൽ ഉണ്ടായിട്ടുള്ളത് 4 ഇരട്ടിയോളം ഉള്ള വർധനവാണ് എന്ന്, ഒരു 3 ഇരട്ടിയിലധികമുള്ള വർധനവാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. മറ്റൊരു കാര്യം നേരത്തെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അതിനും കൂടി വസ്തുതാപരമായിട്ട് തിരുത്തണം എന്ന് എനിക്ക് തോന്നുന്നു. ചൈന പണ്ടേ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ 1950 നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയേക്കാൾ പിന്നിലായിരുന്നു ചൈനയുടെ പ്രതിശീർഷ വരുമാനം. ഇന്ത്യയൊക്കെ പിന്നിലായിരുന്നു. $55 ആയിരുന്നു ചൈനയുടെ പ്രതിശീർഷ വരുമാനം, ഇന്ത്യയുടെ 81 പക്ഷേ കാലക്രമേണ അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചൈന അവരുടെ ഡൊമസ്റ്റിക് എക്കോണമി വലിയ തരത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ എന്താ പറയുക, പ്രൊഡക്റ്റീവ് ഫോഴ്സസ് വലിയ തരത്തിൽ വളരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ചോദ്യം എന്താണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ? അത് ഇന്ത്യ പിന്തുടർന്നു വരുന്ന നിയോ ലിബറൽ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഈ കുരുക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം മാത്രം പറയാം. ആസിയാൻ കരാർ എടുക്കുക. 2010 ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം പറഞ്ഞിരുന്നു ഇത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പോവുകയാണ്, ഇന്ത്യയിലെ കർഷകരെ തകർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളത്. എന്താ ഇന്നത്തെ അവസ്ഥ? 2010-11 ആസിയാൻ കരാർ ഒപ്പിടുന്ന സമയത്ത് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുണ്ടായിരുന്ന ഈ പറയുന്ന കയറ്റുമതി എന്ന് പറയുന്നത് $26,000 മില്യൺ ആയിരുന്നു. ഇറക്കുമതിയോ
അത് 30,000 പിന്നെ മില്യൺ $US ആയിരുന്നു ഈ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി. 2022-23 ആകുമ്പോഴേക്ക് എത്രയായി മാറി? അത് 44,000 മില്യൺ $US ആയിട്ട് ഇന്ത്യയുടെ കയറ്റുമതിയും 88,000 മില്യൺ $US ആയിട്ട് ഇന്ത്യ ഈ ഇറക്കുമതിയും മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് മാറുകയാണ്. ഇതിൻ്റെ ദുരന്തം ആരാ അനുഭവിച്ചത്? ഇന്ത്യയിലെ കർഷകരാ. കേരളത്തിലെ റബ്ബർ കർഷകർ ഉൾപ്പെടെ ഇന്ത്യയിലെ കർഷകരാണ് ഇത് അനുഭവിച്ചിട്ടുള്ളത്. ഈ പോളിസിയിൽ മാറ്റമില്ലാതെ, ഒരു ബദൽ നയമുണ്ടാക്കാതെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് സഹായിക്കും എന്ന് നമ്മൾ കരുതേണ്ട കാര്യം ഇല്ല. അപ്പോഴും സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഒരു ബദൽ നയങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ ഇന്ത്യക്കത് ഗുണം ചെയ്യും, ചൈനക്കത് ഗുണം ചെയ്യും, ലോകത്തിലെ ജനങ്ങൾക്കത് ഗുണം ചെയ്യും. ഇന്ത്യ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. പക്ഷേ ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ഒരു 10-30 രാജ്യങ്ങളെങ്കിലും ലോകത്തുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ കണക്ക് പ്രതിശീർഷ വരുമാനം മാത്രമല്ല, നമ്മുടെ ജീവിത നിലവാരം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വളരെ നന്ദി ശ്രീ ആദികേശവൻ, ഷാബു പ്രസാദ്, നൌഷാദ് അലി, നിതീഷ് നാരായണൻ സംസാരിച്ചു.